കരീബിയൻ ഉപദ്വീപിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് ക്യൂബൻ തീരങ്ങൾക്ക് സമീപം അമേരിക്ക തങ്ങളുടെ നാവിക വ്യോമ രഹസ്യാന്വേഷണ ആസ്തികൾ വൻതോതിൽ വിന്യസിച്ചതായി പുതിയ പ്രതിരോധ വിശകലന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വെനിസ്വേലയിലെയും പശ്ചിമേഷ്യയിലെയും നാടകീയമായ സൈനിക നീക്കങ്ങൾക്ക് ശേഷം വാഷിംഗ്ടണിന്റെ അടുത്ത ലക്ഷ്യം ക്യൂബയാണെന്ന സൂചനകൾ ശരിവെക്കുന്ന രീതിയിലാണ് കരീബിയൻ കടലിലെ നിലവിലെ സൈനിക അണിനിരക്കൽ. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് മേൽ കടുത്ത നയതന്ത്ര സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഒരേ സമയം ഭീഷണിപ്പെടുത്താനും ആവശ്യമെങ്കിൽ അതിവേഗ സൈനിക അധിനിവേശം നടത്താനും പോന്ന അത്യാധുനിക ആയുധശേഖരം അമേരിക്കൻ മേഖലയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പുറത്തു വന്ന പുതിയ തന്ത്രപ്രധാന റിപ്പോർട്ടുകൾ പ്രകാരം US നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖവും വിനാശകാരിയുമായ ആണവോർജ വിമാനവാഹിനി കപ്പൽ USS നിമിറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പാണ് ഇപ്പോൾ കരീബിയൻ മേഖലയിലെ സൈനിക വിന്യാസത്തിന് ചുക്കാൻ പിടിക്കുന്നത്. മിസൈൽ പ്രതിരോധ ശേഷിയുള്ള അത്യാധുനിക ഗൈഡഡ് മിസൈൽ യുദ്ധക്കപ്പൽ, അത്യാധുനിക നിരീക്ഷണ ആക്രമണ ഡ്രോണുകൾ, കനത്ത പോരാട്ടങ്ങൾക്ക് സജ്ജരായ US മറീനുകൾ, പ്രഹരശേഷി കൂടിയ യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാം ക്യൂബയെ ലക്ഷ്യമിട്ട് കരീബിയൻ ആകാശത്തും കടലിലും ഇതിനകം തന്നെ കനത്ത സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര പ്രതിരോധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ക്യൂബയ്ക്ക് ചുറ്റുമുള്ള ഈ വൻ സൈനിക അണിനിരത്തൽ ഒരേ സമയം 2 ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമതായി, ഹവാനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഭയപ്പെടുത്തുകയും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വഴങ്ങാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യുക. രണ്ടാമതായി, വൈറ്റ് ഹൌസിൽ നിന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും അന്തിമ ഉത്തരവ് ലഭിച്ചാൽ ഒട്ടും സമയം കളയാതെ ക്യൂബൻ മണ്ണിലേക്ക് അതിവേഗം തുളച്ചു കയറാൻ പോന്ന ഒരു റാപ്പിഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി മുൻകൂട്ടി സജ്ജമാക്കുക എന്നതാണ് ഈ വിന്യാസത്തിലൂടെ പെന്റഗൺ ലക്ഷ്യമിടുന്നത്. മേഖലയിൽ നിന്നുള്ള കൂടുതൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പ്രകാരം ക്യൂബയിലെ പ്രധാന നഗരങ്ങളായ ഹവാന, സാന്റിയാഗോ ഡി ക്യൂബ എന്നിവ ലക്ഷ്യമിട്ട് അമേരിക്ക കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തങ്ങളുടെ ചാരവിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും നിരീക്ഷണ പറക്കലുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. RC-135V റിവറ്റ് ജോയിന്റ് ഉൾപ്പെടെയുള്ള അത്യാധുനിക ഇലക്ട്രോണിക് ചാരവിമാനങ്ങൾ ഉപയോഗിച്ച് ക്യൂബയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സ്ഥാനങ്ങളും സൈനിക ആശയവിനിമയങ്ങളും അമേരിക്ക കൃത്യമായി ചോർത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അമേരിക്ക ക്യൂബയെ പൂർണ്ണമായും സൈനികമായി ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള ആസൂത്രണമാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ട് വാദിക്കുന്നുണ്ട്. US സൗത്ത് കമാൻഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് USS നിമിറ്റ്സ് കപ്പൽ വ്യൂഹം നിലവിൽ കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം വിന്യസിച്ചിട്ടുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ USS ഗ്രിഡ്ലിയും FA-18 സൂപ്പർ ഹോർണൈറ്റ് പോർ വിമാനങ്ങൾ ഉൾപ്പെടുന്ന കരിയർ എയർ വിംഗ് 17 ചേർന്ന് ക്യൂബയെ ഏത് കോണിൽ നിന്നും തകർക്കാൻ പോന്ന സർവ്വസജ്ജമായ ആക്രമണ നിരയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഒരേ സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേപോലെ സൈനിക വിന്യാസം നടത്തുന്നത് അമേരിക്കൻ നാവികസേനയ്ക്കും പ്രതിരോധ വ്യൂഹത്തിനും വലിയ രീതിയിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് വിശകലന റിപ്പോർട്ടിലെ മറ്റൊരു നിർണായക കണ്ടെത്തൽ. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഇതിനകം തന്നെ സങ്കീർണമായ യുദ്ധ സാഹചര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന US സൈന്യത്തിന് കരീബിയൻ മേഖലയിലെ ഈ ദീർഘിപ്പിച്ച ദൗത്യങ്ങൾ കനത്ത സമ്മർദ്ദമാണ് നൽകുന്നത്. നിമിറ്റ്സ് കപ്പൽ വ്യൂഹം യഥാർത്ഥത്തിൽ 2026 സർവീസിൽ നിന്നും പിൻവലിക്കാൻ ഇരുന്നതാണെങ്കിലും കരീബിയൻ മേഖലയിൽ ഉയർന്നു വന്ന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് US നേവി ഇതിന്റെ കാലാവധി 2027 മാർച്ച് വരെ നീട്ടി നൽകുകയായിരുന്നു. ക്യൂബയ്ക്ക് മേൽ പരമാവധി സൈനിക സമ്മർദ്ദം നിലനിർത്താൻ ഈ കപ്പലിന്റെ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടി. തങ്ങൾ ക്യൂബയെ ആക്രമിക്കാൻ നിലവിൽ പദ്ധതിയിടുന്നതായി പെന്റഗൺ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു സാധാരണ തന്ത്രപ്രധാന വിന്യാസവും പ്രതിരോധ സജ്ജീകരണവും മാത്രമാണിതെന്നാണ് വാഷിംഗ്ടണിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നിരുന്നാലും ചരിത്രപരമായ കാരണങ്ങളാലും സമീപകാല രാഷ്ട്രീയ നീക്കങ്ങളാലും ഈ വിശദീകരണം വിശ്വസിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ക്യൂബ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നും ക്യൂബയിൽ ഒരു സൗഹൃദപരമായ ഭരണം പിടിച്ചെടുക്കൽ സാധ്യമാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രസ്താവിച്ച പശ്ചാത്തലത്തിൽ ഈ സൈനിക വിന്യാസത്തെ ഒട്ടും ലഘുവായി കാണാൻ കഴിയില്ല. അമേരിക്ക നടപ്പിലാക്കുന്ന ഈ കടുത്ത സൈനിക നയത്തിനെതിരെ ക്യൂബൻ ഭരണകൂടം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്.
ഹവാനയിൽ തങ്ങളുടെ പൗരന്മാർക്ക് അടിസ്ഥാന സൈനിക പരിശീലനം നൽകിക്കൊണ്ട് അമേരിക്കയുടെ ഏതൊരു അധിനിവേശ ശ്രമത്തെയും ജീവൻ നൽകി ചെറുക്കുമെന്നാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കനാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത എണ്ണ ഉപരോധവും സാമ്പത്തിക ഉപരോധങ്ങളും കാരണം ക്യൂബ കടുത്ത ഇന്ധനക്ഷാമവും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. അമേരിക്ക മുൻപ് വെനിസ്വേലയിൽ നടപ്പിലാക്കിയ അതേ തന്ത്രം തന്നെയാണ് ക്യൂബയിലും ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരും നിരീക്ഷിക്കുന്നത്. വെനിസ്വേലയിൽ നിക്കോളാസ് മഡുറോയെ വിജയകരമായി പുറത്താക്കിയതുപോലെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തെയും താഴെയിറക്കുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് കഴിഞ്ഞ ആഴ്ചകളിൽ ഹവാനയിലെത്തി ക്യൂബൻ ഉദ്യോഗസ്ഥരുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനും ക്യൂബ തയ്യാറായാൽ സൈനിക നടപടി ഒഴിവാക്കാമെന്ന കടുത്ത മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. കരീബിയൻ മേഖലയിലെ ഈ പെട്ടെന്നുള്ള സൈനിക വിന്യാസം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള മറ്റ് അന്താരാഷ്ട്ര ശക്തികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും കപ്പൽ ഗതാഗതത്തിനും കരീബിയൻ മേഖലയിലെ സ്ഥിരത അനിവാര്യമാണ്. അമേരിക്കയുടെ കനത്ത സൈനിക ഇടപെടലുകൾ മേഖലയിൽ വലിയ തോതിലുള്ള അസ്ഥിരതയ്ക്കും കുടിയേറ്റ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിലവിൽ ക്യൂബൻ അതിർത്തിക്ക് സമീപമുള്ള അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ US യുദ്ധക്കപ്പലുകൾ നിരന്തരം റോന്തു ചുറ്റുന്നത് തുടരുകയാണ്. ഏത് നിമിഷവും വൈറ്റ് ഹൌസിൽ നിന്നും ഒരു അന്തിമ ഉത്തരവുണ്ടായാൽ കരീബിയൻ കടലിലെ ഈ സജ്ജീകരണങ്ങൾ ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശ യുദ്ധത്തിലേക്ക് വഴിമാറും. വരും ദിവസങ്ങളിൽ അമേരിക്ക ഈ വിന്യാസം കൂടുതൽ ശക്തമാക്കുമോ അതോ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി മാത്രം ഇതിനെ നിലനിർത്തുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കരീബിയൻ ദ്വീപ് രാഷ്ട്രങ്ങളുടെ ഭാവി.